നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വോൾവോ ബസ്സുകൾ ഇന്ത്യയിലെത്തിയൊരു കാലം. അത്രയും കാലം നമ്മൾ വളരെ പ്രിമിറ്റീവായിട്ടുള്ള അശോക് ലേലൻ്റെയും അതുപോലെ തന്നെ ടാറ്റയുടെയും മറ്റും ബസ്സുകളാണ് കണ്ടിരുന്നത്. അതിൽ നിന്ന് വലിയൊരു മാറ്റമായിരുന്നു വോൾവോ ബസ്സുകൾ കൊണ്ടുവന്നത്. എന്താണ് ലക്ഷറി, എന്താണ് കാണാനുള്ള ഭംഗി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് വോൾവോയുടെ ബസ്സുകൾ വന്നപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷകളുടെയും കാലം. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരള ഓട്ടോ ലിമിറ്റഡിൻ്റെയും മറ്റും വളരെ ചെറിയ, ഒരു ഭംഗിയുമില്ലാത്ത, ഒരു യാത്രാസുഖവുമില്ലാത്ത ഓട്ടോകളാണ് ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു വിപ്ലവം ആ രംഗത്ത് കൊണ്ടുവന്നത് ബജാജാണ്. ബജാജിൻ്റെ റിയർ എൻജിൻ ഓട്ടോകൾ, അതായത് ബജാജ് RE എന്ന ഓട്ടോ വന്നപ്പോഴാണ് ഓട്ടോകളുടെ പിൻഭാഗത്തിരുന്നുള്ള യാത്ര എത്ര സുഖകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഒട്ടും ബമ്പി അല്ലാതെ നല്ല സുഖകരമായ യാത്ര, അതോടൊപ്പം തന്നെ കാണാനുള്ള ഭംഗി, ഇത് രണ്ടുമാണ് ബജാജ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിപ്ലവം. അതിനുശേഷം ബജാജ് ലോകം മുഴുവൻ വ്യാപകമായിട്ട് ആ ഓട്ടോ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. പ്രധാനമായിട്ടും ശ്രീലങ്ക, ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, എവിടെ ചെന്നാലും നമുക്കിപ്പോൾ ബജാജിൻ്റെ ഓട്ടോറിക്ഷകൾ കാണാം. ഞാൻ ടാൻസാനിയയിൽ പോയപ്പോൾ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ഇതിനെ വിളിക്കുന്നത് ബജായ് എന്നാണ്. ബജാജ് എന്നല്ല, ബജാജ് എന്നുള്ളതിന് പകരം ബജായ് എന്നാണ് അവർ വിളിക്കുന്നത്. ബജായ് എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണിപ്പോൾ. എന്തായാലും ആ ഒരു വിപ്ലവം ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിലേക്കും ബജാജ് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2 മോഡലുകൾ ബജാജിൻ്റെ ഏറ്റവും പുതിയ ഓട്ടോറിക്ഷകളാണ്. ഇതിൻ്റെ പേര് വീഗോ എന്നാണ്. നേരത്തെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ RE എന്ന മോഡലിൽ ഇലക്ട്രിക് വന്നിരുന്നു. പക്ഷേ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 196 ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലിൻ്റെ റേഞ്ച് ഞെട്ടിക്കുന്ന റേഞ്ചാണ്. അതായത് 296 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നിങ്ങൾക്ക് കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പോകാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അത് പുറയിലേക്ക് വരുമ്പോൾ കാണാം. ഈ വാഹനം നമുക്ക് വേണമെങ്കിൽ പാസഞ്ചർ ഓട്ടോ ആയിട്ടും അതോടൊപ്പം തന്നെ ഒരു ഗുഡ്സ് ഓട്ടോ ആയിട്ടും ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിൻഭാഗത്തെ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇതൊരു പാസഞ്ചർ ഓട്ടോയ്ക്ക് പകരം ഒരു പെട്ടി ഓട്ടോ നമ്മൾ വിളിക്കുന്ന സാധനമായിട്ട് മാറും. അത്രയധികം സ്പേസാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. അതായത് P9018 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേരെങ്കിൽ, കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ള മറ്റൊരു ഇലക്ട്രിക് ഓട്ടോ കൂടി ബജാജിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 212 ആണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മറ്റൊരു മിഡിൽ വേരിയൻ്റ് കൂടിയുണ്ട്. അതിൻ്റെ റേഞ്ച് 251 ആണ്. അതിപ്പോൾ എത്തിയിട്ടില്ല. ഈ 2 മോഡലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷകളുടെ രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവന്നത് ബജാജ് ആണെങ്കിലും ഇലക്ട്രിക് ഓട്ടോകളുടെ രംഗത്ത് ഒരല്പം പിന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 ഇലക്ട്രിക് മോഡലുകൾ ഓട്ടോറിക്ഷകളുടെ രംഗത്ത് വന്നു. ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അത് മഹീന്ദ്രയുടെ ഉഡോ ആയിരുന്നു. ഉഡോ കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണെന്ന് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം 1,30,000-ഓളം വ്യൂ വന്നു ആ ഒരു വീഡിയോയ്ക്ക്. എന്ന് പറയുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു ഉഡോ എന്നുള്ള സംശയമില്ല. കൂടാതെ മൊണ്ട്ര എന്ന് പറയുന്ന മറ്റൊരു വാഹന നിർമ്മാണ കമ്പനി കൂടിയുണ്ട്. അവരുടെയും ഇലക്ട്രിക് ഓട്ടോകൾ കാര്യമായ രീതിയിൽ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ബജാജ് ഓട്ടോ ഇതിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. വന്നപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് വന്നു. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്ന് പറഞ്ഞ പോലെ തന്നെ 296 കിലോമീറ്റർ റേഞ്ചുമായിട്ടാണ് ഏറ്റവും പുതിയ മോഡലിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു മോഡൽ കാണാം. അതിനുശേഷം നമുക്ക് 212 കിലോമീറ്റർ റേഞ്ചുള്ള മോഡലും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. P018 എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ പരിചയപ്പെടുത്തുമ്പോൾ കാറുകളെ പരിചയപ്പെടുന്ന പോലെയാണ്. കാരണം ഇതിൻ്റെ നീളവും ഇതിൻ്റെ വീൽ ബേസും ഒക്കെ കാറുകൾക്ക് സമാനമാണെന്ന് പറയാം. 3095 മില്ലിമീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ 2039 മില്ലിമീറ്റർ വീൽ ബേസുമുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വമ്പൻ വലിപ്പമുള്ള മോഡലാണിത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. തന്നെയുമല്ല, പിൻഭാഗത്തെ പാസഞ്ചർക്ക് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ പിൻഭാഗത്ത് ധാരാളം ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ സീറ്റ് മടക്കണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ കാണാനുള്ള ഭംഗി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനത്തെക്കാളും ഭംഗി അതാണ് എന്നുള്ള സംശയം. വളരെ ക്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതോ ഡിസ്നിയുടെ അനിമേഷൻ ഫിലിമിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതുപോലെ ഭംഗിയുള്ള മോഡലാണ്. അതിലെ വിഗോ എന്നുള്ള ആ ബാഡ്ജിങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരു കാർട്ടൂൺ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ 2 ഉണ്ടക്കണ്ണുകളാണ് നമ്മളെ തുറച്ച് നോക്കി നിൽക്കുന്നത്. അതാണ് ഈ കാണുന്ന LED ലൈറ്റുകൾ. നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത സൈഡ് ഇൻഡിക്കേറ്ററും നമുക്ക് കാണാവുന്നതാണ്. മുൻഭാഗത്ത് ഈ ഒരു കട്ടുകളും ക്രീസുകളും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രത്തെയാണ് ഉറപ്പിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചില ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അതായത് നിരത്തിലുള്ളതായതുകൊണ്ട് തന്നെ ടർബോ ജോസ് ഇതിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടർബോ ജോസ് എനിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടത്തിൽ അതിൻ്റെ പേരാണത്. അതുപോലെ തന്നെ വീലിലേക്കൊക്കെ വരികയാണെങ്കിലും ഒരു എയറോ വീല് പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള
വീലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ 1855 മില്ലിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതാ കണ്ടോ നിൽക്കുന്നുണ്ട്. അപ്പം ഹെഡ് സ്പേസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. സൈഡ് പ്രൊഫൈലിലാണ് ഇതിൻ്റെ നീളം ശരിക്കും മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഡ്രൈവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ എളുപ്പമാണ്. ആ രീതിയിൽ സ്പേസ് മുൻഭാഗത്തും കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും കാര്യത്തിൽ, എല്ലാ ഓട്ടോറിക്ഷകൾക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം പുതിയ ഓട്ടോറിക്ഷകൾക്കെല്ലാം തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർ ഉണ്ടെന്നുള്ള കാര്യമാണ്. നേരത്തെ ഒന്നും യാതൊരു തരത്തിലും നമുക്ക് ജീവിച്ചിരിക്കുന്നതിന് വലിയ കാര്യം തോന്നുന്ന രീതിയിലാണ് പിൻഭാഗത്തിരിക്കുന്നത്. കാരണം ഓട്ടോറിക്ഷകളുടെ പോക്കറിയാമല്ലോ, അങ്ങനെ പോകുമ്പോൾ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് പിൻഭാഗത്തിരിക്കുന്ന പാസഞ്ചറെങ്കിൽ. ഇപ്പോൾ അതില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർ വന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. റെക്സിനാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു നിറം എന്ന് പറയുന്നത് ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന നിറമാണെങ്കിൽ പോലും ഇത് ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ വികളുടെ കാര്യത്തിൽ എപ്പോഴും നീല നിറമാണല്ലോ കൊടുക്കുന്നത്, അതായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്. എന്തായാലും സൈഡിലൊക്കെ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ശരിക്കും നമ്മളിത് ഓർപ്പിക്കുന്നത് ഇന്ന് നാട്ടിലെ ഈ ഡീസൽ ഓട്ടോറിക്ഷകളുടെ രൂപമാണ്. വളരെ വിശാലമായി കിടക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ കണ്ടത്. ഇപ്പോൾ ഞാനങ്ങനെ തുറന്നു വെച്ചെന്നേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്താൽ ഇതാണ് ഈ ഓട്ടോറിക്ഷയുടെ രൂപം എന്ന് പറയുന്നത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവുമില്ല എന്ന് പറയാം. ഈ ഡീസൽ ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ നിരോധിക്കേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. കാരണം അത് പരിസര മലിനീകരണം മാത്രമല്ല, ശബ്ദ മലിനീകരണത്തിൻ്റെ കാര്യത്തിലും വളരെ മുന്നിലാണ്. ഈ ശബ്ദ മലിനീകരണം എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ പോകുന്ന ഒരു ശബ്ദം നിൽക്കും. തീർച്ചയായിട്ടും എക്കണോമിക്കലാണെന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോറിക്ഷകളുള്ളവരെല്ലാം മാറി വിയിലേക്കൊന്ന് മാറുക എന്നുള്ളതാണ്. ആ ഒരു ശബ്ദ കോലാഹലം നമ്മുടെ നാട്ടിൽ നിന്ന് മാറുമല്ലോ. എന്തായാലും താഴെയായിട്ടാണെങ്കിലും ഭംഗിയുള്ള രീതിയിലാണ് ടെയിൽ ലാമ്പെല്ലാം കൊടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പിൻഭാഗത്ത് ഇത് ഊരാം. എന്നിട്ട് ഈ സീറ്റൂടെ അങ്ങോട്ട് മടക്കിയിട്ടാലാണ് ഇത് ഒരു പെട്ടി ഓട്ടോറിക്ഷയായിട്ട് മാറുന്നത്. അപ്പം വളരെ യൂസ്ഫുള്ളാണ്. ഇത്രയും 296 കിലോമീറ്റർ റേഞ്ച് മാത്രമല്ല, ഈ 2 തരത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിനി കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, പാസഞ്ചർ പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാം. സാധനങ്ങൾ ധാരാളം കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് കാഴ്ചയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും നിലവിലുള്ള ഓട്ടോറിക്ഷ രൂപത്തിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. നമ്മൾ ഈ ഉഡോയുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറി. പക്ഷേ ഉഡോ ഡിസൈൻ ചെയ്ത് തന്നെ കാർ ഡിസൈനറായ പ്രതാപ് ബോസ് ആണെന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു പരീക്ഷണം അതിൽ നടത്തിയത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ബേസിക് രൂപം നിലനിർത്തിയിട്ടുണ്ട്, അങ്ങനെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഡ്രൈവറുടെ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം, എന്തൊക്കെയാണ് പ്രത്യേകതകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ കയറി ഇരിക്കുമ്പോൾ നമ്മൾ ഉഡോയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മിസ്സിംഗ് ആണ്. അത് സ്ക്രീനാണ്. അതായത് ഒരു ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിപ്പം ഉഡോയിലാണ് കണ്ടിരുന്നെങ്കിൽ ഇത് ടോപ്പ് എൻഡ് മോഡൽ അതില്ല. പക്ഷേ അത് ഇതിൻ്റെ 256 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന മിഡിൽ വേരിയൻറ്റിൽ ഇവിടെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബജാജിൻ്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കോളൊക്കെ എടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതിപ്പോൾ ഈ ടോപ്പ് എൻഡ് മോഡലില്ല, അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അത് ഈ ഒരു കൺസോളിലാണ് വരുന്നത്. ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ കുഞ്ഞ് സ്ക്രീനാണ് കാണുന്നത്. അതിൽ റേഞ്ചാണ് കാണിക്കുന്നത്. 146 കിലോമീറ്റർ പേരിൽ റേഞ്ച് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2 കട്ട ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും 250 കിലോമീറ്റർ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹാൻഡിലൊക്കെയാണ്. ഇവിടെ മൊബൈൽ വയ്ക്കാവുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ചില്ലറ പൈസ ഇടാവുന്നൊരു സ്ഥലം. പിന്നെ ഇവിടെ ചെറിയ ബുക്കൊക്കെ സൂക്ഷിക്കാവുന്ന ലോക്ക് ചെയ്യാവുന്നൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും ഒരു മ്യൂസിക് സിസ്റ്റം വേണമെങ്കിൽ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ സുഖമായിട്ട് ഇരിക്കാവുന്ന പൊസിഷനുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഗംഭീരമായ വിസിബിലിറ്റി ഉണ്ട്. ഹൈറ്റ്, നല്ല സീറ്റ് ഹൈറ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം മോശമല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഡ്രൈവർക്ക് സുഖമായിരിക്കാവുന്ന പൊസിഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ 2 സൈഡ് വ്യൂ മിറേഴ്സും വളരെ കൃത്യമായും നമുക്ക് പിൻഭാഗം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിന്ന് പിൻഭാഗത്തിൽ നോക്കാം എത്രത്തോളം സ്പേസ് ഉണ്ടത്. അപ്പോൾ പിൻഭാഗത്ത് കയറുമ്പോൾ ഇവിടെ ചെറിയ ഫുഡ് സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഇരിക്കുമ്പോൾ സ്പേസ് അത് തന്നെയാണ് നമ്മൾ അമ്പരപ്പിക്കുന്ന സ്പേസ്. സുഖമായിട്ട് ചാരിയിരിക്കാം. യാതൊരു തരത്തിലുള്ള ലെഗ് സ്പേസോ ഹെഡ് സ്പേസോ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ലെന്നുള്ള സംശയമില്ല. വളരെ ചെറിയ ഇവിടെ ഇങ്ങനെ ഈ റെക്സിലാണെങ്കിൽ പോലും ഒരു ഗ്ലാസ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രാംഡ് ആയിട്ടുള്ള ഫീലും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എത്ര വലിപ്പമാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. വളരെ ഗംഭീരമായ നീളം എന്ന് പറയാതിരിക്കാനാവില്ല. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, അവിടെ ഒരു ലൈറ്റ്, ഒരു LED ലൈറ്റ് ആ മേൽഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം പാസഞ്ചേഴ്സിനും കൂടി ഒരു ചാർജിങ് പോയിൻ്റ് കൊടുക്കാമായിരുന്നു തോന്നുന്നു, പക്ഷേ അതൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും ഈ ഒരു ഇരിപ്പിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. അതോടൊപ്പം തന്നെ വളരെ കട്ടിയുള്ള വിനൈൽ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരുന്നത്. വിനൈലാണോ റബ്ബറാണോ എന്ന് സംശയമുണ്ട്. അതും ഇവിടെ സുഖമായിട്ട് കാല് വെച്ചിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം
ഇത് കൊള്ളാം, ഇതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കൊള്ളാം എന്ന് പറയാതിരിക്കാനാവില്ല. അപ്പോൾ ഈ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. അത് ശരിക്കും ഈ വാഹനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചെറുതാണെങ്കിലും നല്ല ക്യൂട്ടാണ്, മോശമല്ലാത്ത ലുക്ക് അതിനേക്കാളും ഇതിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉണ്ടക്കണ്ണ് പോലുള്ള കാര്യങ്ങളൊക്കെ അതവിടെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ അത്രയും തള്ളി നിൽക്കുന്ന ഒരു കൺസോളിലല്ല അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഒരു ഒതുക്കം നമുക്ക് മുൻഭാഗത്ത് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം പറയാം ഇതാണ് കേട്ടോ. ബജാജ് വീഗോ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ലെറ്ററിങ് എന്ന് പറയുന്നത് ശരിക്കും കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഓർപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ടയറിലേക്ക് വരുമ്പോൾ ശ്യാമ ഇവിടെ വന്നാൽ കാണാം കുറച്ചുകൂടി എന്താ പറയുക ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടയറിൻ്റെ വീലിന്. അതോടൊപ്പം തന്നെ അവിടെ ഒരു നീല ഒരു എലമെൻ്റൊക്കെ കൊടുത്തിരിക്കുന്നു. സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ നല്ല പൊസിഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാഫിക്സ് അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഏരിയയൊക്കെ രണ്ടിനും ഒരുപോലെയാണ്. വലിപ്പം അതിന് കൂടുതലുണ്ടെങ്കിലും ഗ്ലാസ് ഏരിയയൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് അല്പം കൂടി വലിയ സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ് പ്രൊഫൈൽ സാധാരണ ഓട്ടോറിക്ഷയുടെ അതേ രൂപം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബജാജ് ആറിയുടെയൊക്കെ രൂപം ഉണ്ടാകാം. ആകെ വ്യത്യാസം നമുക്ക് തോന്നാവുന്ന ഈ ഒരു ഗ്ലാസ് ഏരിയ പോലുള്ള ഭാഗത്തിൻ്റെ ഒരു എന്താണ് ഡിസൈൻ അല്പം മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗ്രാഫിക്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിൻഭാഗത്ത് വരുമ്പോൾ ആ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നമുക്ക് പറയാവുന്ന കാര്യം ഇത് ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യമാണ്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു റെക്സിൻ ഉയർത്തി വെച്ചാൽ സാധനങ്ങൾ കയറ്റാമായിരുന്നെങ്കിൽ ഇത് സാധാരണ ഏതൊരു ഓട്ടോറിക്ഷയും പോലെ തന്നെ ഉൾഭാഗത്തേക്കാണ് നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സീറ്റിലേക്ക് വെക്കണം. അതുപോലെ പിൻഭാഗത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിൻ്റെ ടെയിൽ ലാമ്പൊക്കെ കുറച്ചുകൂടി താഴ്ന്ന പൊസിഷനാണെങ്കിൽ ഇത് പക്ഷേ അല്പം കൂടി മേലെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ എന്താണ് കാണുന്നതെന്ന് നോക്കാം. ഇവിടെ സ്പെയർ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാക്ക് ലിവർ അത്തരം സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ താഴേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്തായാലും ബാറ്ററി പോലുള്ള കാര്യങ്ങളെല്ലാം ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത്തരം സ്പേസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കാഴ്ച ഇവിടെ ഒരു രൂപം എന്ന് പറയാവുന്നത്. നാട്ടിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ശ്യാമ ഇത് പറഞ്ഞപ്പോൾ അറിയാതെ ചോദിക്കുകയും ചെയ്തിട്ടോ എഞ്ചിനാണോ ഇതിൻ്റെ അകത്തുനിന്ന്. ഇത് എഞ്ചിൻ ഇല്ലാത്ത സാധനം എന്നുള്ള പെട്ടെന്ന് ഓർക്കുമല്ലോ. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ അത്ര വ്യാപകമല്ലാത്തതുകൊണ്ട് എന്നാലും താഴെയായിട്ട് ചെറിയൊരു കാഷ് കാർഡ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയണ്ടേ ലോ എൻഡ് വേരിയൻ്റാണ് തന്നെയാണ് ഭംഗി. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു മിഡിൽ വേരിയൻ്റ് കൂടിയുണ്ട്. അതുകൂടി ഇന്ന് വരുമെന്ന് പറയുന്നത് ഇതുവരെ എത്തിയിട്ടില്ല. വരുവാണെങ്കിൽ നമുക്ക് അതുകൂടി നോക്കാം. അതിലാണ് ചെറിയൊരു സ്ക്രീനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ ആ ഒരു മിഡിൽ വേരിയൻ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെയും കൂടി ഇൻറ്റീരിയർ ഒന്ന് കാണാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലില്ലാത്ത ഒന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഈ കുരിശ് മാലയാണ്. ഇതൊക്കെ നമ്മൾ ഇത് ഓടിക്കുന്ന ചേട്ടൻ്റെ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കന്യാമറിയവും ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അത് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ രണ്ട് ഉരുണ്ട മീറ്ററുകളാണ് കണ്ടതെങ്കിൽ ഇതൊരു അല്പം നീളമുള്ളൊരു ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിലും പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. ഇതിൽ ഈ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. 130 കിലോമീറ്റർ പിന്നെ റേഞ്ച് കാണിക്കുന്നത്. ഒരു കട്ടയാണ് ഇതിൽ കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ മിഠായി ചേർന്നറിയാൻ മിഠായി എടുക്കാം കേട്ടോ. അത് മിഠായി ഉണ്ട്. മിഠായി കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന പൈസയൊക്കെ വയ്ക്കാവുന്ന ചെറിയൊരു സ്പേസ്. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ച് അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. ഈ സ്പേസ് എന്ന് പറയുന്നത് അതിന് മൊത്തത്തിൽ നീളം കൂടുതലായതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ചുകൂടി ലെഗ് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് മോശമല്ലാതെ ലെഗ് സ്പേസ് ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഓടിച്ചു പോകാൻ സുഖമാണ്. അതോടൊപ്പം തന്നെ രണ്ട് വലിയ സൈഡ് വ്യൂ മിറേഴ്സ് ആയതുകൊണ്ട് കുറച്ചുകൂടി എഫക്റ്റീവാണ് പിൻഭാഗം കാണുന്ന കാര്യത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞത് ബാറ്ററി പാക്കിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഒട്ടും സ്പേസ് കളയാതെ അവിടെ അത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയുമുണ്ട് ഒരു ചാർജിങ് പോയിൻ്റ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഒരു സി ടൈപ്പ്. കൂടാതെ ഈ താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെയും ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു ഇവിടെ ലൈറ്റൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ വന്നിരിക്കുന്നു. അതാണ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതെങ്കിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എങ്കിലും ലെഗ് തലയല്ല ഇത്. അപ്പോൾ ഹെഡ് സ്പേസ് മോശമല്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പം കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറിന് വളരെ സംശയമില്ല. ഇതിൽ സ്പീക്കറിനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബൈജു സാർ പിൻഭാഗത്തേക്ക് ഇരിക്കാം. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഇവിടെ നമുക്ക് ഒരു ബോട്ടിലൊക്കെ വയ്ക്കാം. വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വയ്ക്കാനുള്ള സ്പേസ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടോ. അത് ശ്യാമ ഇത് കാണാമോ? കണ്ടോ ഇതിൻ്റെ പക്ഷേ ഇവരിപ്പോൾ ഈ മുഷിയായിരിക്കാൻ വേണ്ടി അത് കളഞ്ഞിട്ടില്ല എന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലേക്ക് കയറിയിരിക്കുമ്പോൾ ഇതിനും നല്ല സ്പേസ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തൈ സപ്പോർട്ടുള്ളത് ഈ സീറ്റിനാണെന്ന് തോന്നുന്നു. സുഖമായിട്ട് നമുക്ക് ഇവിടെ നിവർന്നിരിക്കാം. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും എന്താ പറയുക ചാർജിങ് പോയിൻ്റ് അത്രയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷ ഇരിക്കുന്ന അതേ സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഹെഡ് സ്പേസ് കൂടുതലുമുണ്ട്. പിന്നെ പിൻഭാഗത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. മറ്റേ ആ ഒരു വാഹനത്തിൻ്റെ പോലെ അത്ര സ്പേസ് ഒന്നുമില്ല. കുഞ്ഞു ബാഗ് അത്ര സാധനങ്ങൾ ഏതൊരു ഓട്ടോറിക്ഷയിലും വെക്കാവുന്ന രീതിയിൽ ഇതിലും വെക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ലോ എൻഡ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാവുന്നത്. അപ്പോഴത്തേക്കും മഴയും തുടങ്ങി.
അപ്പോൾ നമ്മൾ കാത്തിരുന്ന മിഡിൽ വേരിയൻറ്റ് വന്നിരിക്കുകയാണ്. P7012 എന്നാണ് ഈ ഒരു വേരിയൻറ്റിൻ്റെ പേര്. 259 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ റേഞ്ച്. നമ്മളിപ്പോൾ ആദ്യം കണ്ട ഏറ്റവും ചെറിയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടി വലിപ്പം കൂടുതലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടാതെ റേഞ്ചും അതിനേക്കാളും കൂടുതലാണ്. കാഴ്ചയിൽ വ്യത്യാസങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വലിപ്പം കൂടുന്നതനുസരിച്ച് വരുന്ന ഡിസൈൻ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓട്ടോയുടെ ഒരു രൂപം തന്നെയാണ് നമുക്കിത് പറയാവുന്നത്. അപ്പോൾ ഇതിലും ഉൾഭാഗത്ത് ഇതിനാണ് ഉൾഭാഗത്ത് മിഡിൽ വേരിയൻ്റാണ് ഉൾഭാഗത്ത് പുതിയ സ്ക്രീൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് അല്പം കൂടി പഴയ മോഡലായതുകൊണ്ട് ഇതിലും ഇൻറ്റീരിയറിൽ സ്ക്രീനൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഇതല്പം പഴയ മോഡലാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, മറ്റു വ്യത്യാസങ്ങൾ ഇതിനകത്ത് ഉൾഭാഗം അധികം കാണുന്നില്ലെങ്കിലും ഈ ഒരു എന്താണ് കവറില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സീറ്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ലെഗ് സ്പേസും ഈ ഒരു മിഡിൽ വേരിയൻ്റ് വന്നപ്പോൾ മിഡിൽ വേരിയൻറ്റിൽ കൂടുതലാണ്. അതാണ് നമുക്ക് മാറ്റമായിട്ട് പറയാവുന്നത്. 3,12,000 രൂപ തൊട്ട് 4,58,000 രൂപ വരെയാണ് ഈ വിവിധ മോഡലുകളുടെ വില. അങ്ങനെ നോക്കുമ്പോൾ 4,58 എന്ന് കേൾക്കുമ്പോൾ വില കൂടുതലാണെന്ന് തോന്നാം. പക്ഷേ ഒരു ചെറിയൊരു എന്താണ് ഡീസൽ ഓട്ടോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ലാഭമാണ് എന്നാണ് നമുക്ക് അവസാന കണക്കെടുപ്പിൽ ബോധ്യമാകുന്നത്. ഏതാണ്ട് വർഷം 13,000 രൂപയിലധികം ലാഭം കിട്ടും നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ. തന്നെയുമല്ല 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ലാഭകരമാണ്. ഇതിലേത് വാഹനം വാങ്ങിച്ചാലും പ്രത്യേകിച്ച് ഈ ഒരു 4,58,000 രൂപയുടെ ഈ ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷയുടെ ഫലവും കിട്ടുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മോഡലുകളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.